വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ ഏജന്റുമാരെ ചോദ്യം ചെയ്ത് ഇ.ഡി. പോലീസ് അറസ്റ്റ് ചെയ്ത മറയൂർ സ്വദേശി ഡെംബിൻ ജോസഫിനെ ഇ.ഡി. ചോദ്യം ചെയ്യുന്നു. ആലപ്പുഴ സ്പാ നടത്തിപ്പിന്റെ മറവിലാണ് ഇയാൾ അവയവദാതാക്കളെ കണ്ടെത്തിയിരുന്നത്. രേഷ്മ ബാബു ഒരിക്കൽ കൂടി ചേരുകയാണ്. രേഷ്മ, ഇ.ഡി. എവിടെ വെച്ചാണ് ഇയാളെ ചോദ്യം ചെയ്തത്? മറ്റു വിശദാംശങ്ങൾ എന്താ? ഗൗതം, ഇ.ഡിയുടെ കൊച്ചി ഓഫീസിലാണ് ഡെബിൻ ജോസഫിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നത്. 10:45 കൂടിയാണ് ഡെബിൻ ജോസഫ് ഇ.ഡിയുടെ ഓഫീസിൽ എത്തിയത്. ആലപ്പുഴയിലെ സ്പാ നടത്തിയതിന്റെ മറവിലാണ് ഇയാൾ അവയവദാതാക്കളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ഒരു ഏജന്റാണ്. മുഹമ്മദ് നജീബാണ് ഈ വ്യാജരേഖ ചമച്ചുള്ള അവയവ കടത്ത് കേസിലെ പ്രധാനപ്പെട്ട ആസൂത്രകൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കണ്ണി. ഈ നജീബുമായി ചേർന്ന് ചില ഏജന്റുമാർ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ അവയവദാതാക്കളെ കണ്ടെത്തി ആശുപത്രികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിലൊരു ഏജന്റാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഡെബിൻ ജോസഫ്. ഡെബിൻ ജോസഫിനെ സംബന്ധിച്ച് നേരത്തെ ചില പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം ഇ.ഡിയുടെ അന്വേഷണ സംഘം നടത്തിയിരുന്നു. മുഹമ്മദ് നജീബിൽ നിന്നാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എറണാകുളത്തിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു റാക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളും വിവരങ്ങളും ഇ.ഡിക്ക് ലഭ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെബിൻ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഡെബിൻ ജോസഫിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്കും അവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കങ്ങളിലേക്കും നടപടികളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക തന്നെ ചെയ്യും. അതായത് ഓരോ അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്കും ഓരോ കമ്മീഷനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം കരൾ മാറ്റത്തിന് 1 ലക്ഷമാണെങ്കിൽ വൃക്ക മാറ്റിവെക്കുന്നതിന് 50,000, ഇത്തരത്തിൽ കമ്മീഷനായിട്ട് ഇത്ര രൂപ ലഭിക്കുമെന്നുള്ള കരാറ് ആശുപത്രി മാനേജ്മെന്റുകളും ഈ ഏജന്റുമാരും തമ്മിൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലേക്ക് ഷോറുമായി ബന്ധപ്പെട്ടുള്ള കരാറിന്റെ അതിന്റെ ചില രേഖകളൊക്കെ തന്നെ ജനം TV എക്സ്ക്ലൂസീവായിട്ട് പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഡെബിൻ ജോസഫിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഇ.ഡിയുടെ കൊച്ചി യൂണിറ്റിൽ തുടരുകയാണ്. ഗൗതം, ഓക്കെ, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.